എല്ലാവർക്കും സ്പിയർ മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സുനിൽ ദത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ റിവിഷൻസ്, മാത്സിൻ്റെ ഭാഗം റിവിഷൻ ചെയ്യുന്ന ക്ലാസ്സിലെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെടുക്കുന്നത് 2022 നടത്തിയ 26/2/2022 നടത്തിയ ഒരു +2 ലെവലിലുള്ള എക്സാമായ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ മാത്സിനകത്തെ 10 ചോദ്യങ്ങളാണ്. ആ 10 ചോദ്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ക്വസ്റ്റ്യൻസും കാണാൻ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സ്ഥിരമായിട്ട് മുടങ്ങാതെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഒരു ഒറ്റയാൻ്റെ ചോദ്യമായിരുന്നു. ഒറ്റയാനെ കണ്ടെത്താനുള്ള ചോദ്യമാണ്. 4 ഓപ്ഷൻസ്: 61, 71, 41, 91. ഇതിനകത്ത് ഒറ്റയാൻ ആരെന്നാണ് ചോദിച്ചത്. ഓക്കെ, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. അതിൻ്റെ റീസണിലേക്ക് നമുക്ക് വരാം. നിങ്ങളിങ്ങനെ പറയണം: 61, 71, 41, 91 കണ്ടാൽ അത് പറയേണ്ട എങ്ങനെയാണ്? 61 എന്ന് പറഞ്ഞ നമ്പർ ഒരു പ്രൈം നമ്പറാണ്. ഇതൊരു അഭാജ്യ സംഖ്യയാണ്, പ്രൈം നമ്പറാണ്. 71 എന്ന് പറഞ്ഞ നമ്പരും അതും ഒരു പ്രൈം നമ്പറാണ്, അതും ഒരു അഭാജ്യ സംഖ്യയാണ്. 41 എന്ന് പറഞ്ഞ സംഖ്യയും എന്ത് തന്നെയാണ്? ഒരു പ്രൈം നമ്പറാണ്. ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി. ഈ 3 നമ്പരും എന്ത് തന്നെയാണ്? പ്രൈം നമ്പേഴ്സാണ്, അഭാജ്യ സംഖ്യകളാണ്. അഭാജ്യ സംഖ്യ എന്ന് വെച്ചാൽ ഈ 3 സംഖ്യകളെയും നമുക്ക് മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ പറ്റില്ല. ഈ സംഖ്യയുടെയൊക്കെ ഘടകങ്ങൾ 61ൻ്റെയും 71ൻ്റെയും 41ൻ്റെയും ഘടകങ്ങൾ ഒന്നും ആ നമ്പരും മാത്രമായിരിക്കും. 61 എഴുതാം 1 × 61, 71 എഴുതാം 1 × 71, 41 എഴുതാം 1 × 41. മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിച്ചെഴുതാൻ പറ്റില്ല. പക്ഷേ 91 അങ്ങനല്ല. 91 ഒരു പ്രൈം നമ്പർ അല്ല. കാരണം 91 നമുക്ക് എഴുതാം 13 കൊണ്ട് 7 ഗുണിച്ചാൽ എത്ര കിട്ടും? 91 കിട്ടും. 13 × 7 91 എന്ന് പറഞ്ഞാൽ 91 നമുക്ക് മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ പറ്റും. ഈ സംഖ്യകളെ ഒന്നും നമുക്ക് മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം പ്രൈം നമ്പറാണ്. പക്ഷേ 91 അങ്ങനല്ല, അതിനെ മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ 91 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ അല്ല. പ്രൈം നമ്പർ അല്ലെന്ന് പറഞ്ഞാൽ അതൊരു കോമ്പോസിറ്റ് നമ്പറാണ്. ഇതൊക്കെ അഭാജ്യ സംഖ്യകളാണ്. ഈ നമ്പർ എന്ന് പറഞ്ഞാൽ അതൊരു ഭാജ്യ സംഖ്യയാണ്. ബാക്കിയെല്ലാം അഭാജ്യം, പ്രൈം, ഇത് ഭാജ്യ സംഖ്യ. സോ ഇതിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത് മാറി നിൽക്കുന്നത് ഇതൊക്കെ പ്രൈം നമ്പറാണ്, ഇത് പ്രൈം നമ്പർ അല്ല. സോ ആൻസർ ഇസ് ഈക്വൽ ടു 91 ഓപ്ഷൻ ഡി ആയിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം. ആർക്കെങ്കിലും പ്രൈം നമ്പേഴ്സിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് എടുത്ത ക്ലാസ്സിൽ പ്രൈം നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്പേഴ്സിൻ്റെ ടോപ്പിക്കിനകത്ത്. അതിൽ 1 മുതൽ 100 വരെയുള്ള 25 പ്രൈം നമ്പേഴ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം ഒരു ശ്രേണിയുമായി ബന്ധപ്പെട്ട ഒരു സീരീസിൻ്റെ ക്വസ്റ്റ്യനാണ്. അത് കാണുമ്പോഴേ ക്ലിയറായി. ശ്രേണിയാണ്. ശ്രേണിക്കകത്തെ വിട്ടുപോയ സംഖ്യ ഏതെന്നാണ് ചോദ്യം. നമുക്ക് ആ സംഖ്യ കണ്ടുപിടിക്കുക. അതിനു മുമ്പ് ഈ ശ്രേണിയെ കാണുമ്പോഴേ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയാം. അത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മളത് പറഞ്ഞതാണ്. അതൊരു സ്ഥിരം ചോദ്യമാണെന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ടവർക്കെങ്കിലും ഇത് പെട്ടെന്ന് മനസ്സിലാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന് പറയേണ്ട ഇതാണ്, ഈ സംഖ്യ കാണുമ്പം 511 കാണുമ്പം നിങ്ങൾ പറയണം 8ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് 512 ക്യൂബാണ്. 8ൻ്റെ ക്യൂബ് 512. 342 കാണുമ്പോൾ നിങ്ങൾ പറയേണ്ടത് 7ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 343. എന്നാൽ 8ൻ്റെ ക്യൂബ് 7ൻ്റെ ക്യൂബ് പറഞ്ഞതുകൊണ്ട് അടുത്ത 6ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് 216. 5ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 125. 4ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് 64. ഇത്രയും ക്യൂബ് നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ ഒരു 10 പേരുള്ള ക്യൂബ് നമ്മൾ കാണാൻ പഠിക്കണം. അതിൽ ഈ കണക്കിന് നമുക്ക് ഇത്രയും മതി. ഇനി ഞാൻ പറയുന്നത് പോലെ ഒന്ന് നോക്കണം. അതിങ്ങനെയാണ്. ഈ ക്യൂബിലോട്ട് നോക്കണം, ഈ നമ്പറിലോട്ട് നോക്കണം. പറ, 8ൻ്റെ ക്യൂബ് 512, തന്നത് 511.
7ന്റെ ക്യൂബ് 343 തന്നത് 342. 6ന്റെ ക്യൂബ് 216 തന്നത് 215. 5ന്റെ ക്യൂബ് 125 ഒന്നും തന്നില്ല. 4ന്റെ ക്യൂബ് 64 തന്നത് 63. ഇപ്പോഴേ എല്ലാവർക്കും കാര്യം മനസ്സിലായി. എന്താണ് ചെയ്തിരിക്കുന്നത്? ക്യൂബിൽ നിന്നൊക്കെ ഒന്ന് കുറച്ചിരിക്കുക. ഇതാ ഇങ്ങനെ പറയും, 511 കാണുമ്പോൾ പറയും 8ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 512, 511 കിട്ടാൻ വേണ്ടി ഒന്ന് കുറയ്ക്കണം. ഓക്കെയാണ്. എന്നാൽ അടുത്ത 342 കാണുമ്പോൾ പറയും 7ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 343, 342 കിട്ടാൻ വേണ്ടി ഒന്ന് കുറയ്ക്കണം. അതും കിട്ടി. എന്നാൽ 215 കാണുമ്പോൾ പറയും 6ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 216, 215 കിട്ടാൻ വേണ്ടി ഒന്ന് കുറയ്ക്കണം. അതും കിട്ടി. എന്നാൽ ഇതുകൂടെ നമ്മൾ പറയും, അടുത്തേം കൂടെ അങ്ങ് പറയും 8ന്റെ ക്യൂബിൽ നിന്ന് ഒന്ന് കുറച്ച്, 7ന്റെ ക്യൂബിൽ നിന്ന് ഒന്ന് കുറച്ച്, 6ന്റെ ക്യൂബിൽ നിന്ന് ഒന്ന് കുറച്ചാൽ അടുത്ത എന്തായിരിക്കണം? 5ന്റെ ക്യൂബിൽ നിന്നും ഒന്ന് കുറയ്ക്കണം. എന്നാൽ അത് പിന്നെ പറയാം. അടുത്തേം കൂടെ ഒന്ന് പറഞ്ഞേ 4ന്റെ ക്യൂബിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം. 4ന്റെ ക്യൂബ് 64, ഒന്ന് കുറച്ച് 63 തന്നെ. ശരിയാണ്. എന്നാൽ ഉത്തരം പറയാം. ഉത്തരം എന്തായിരിക്കണം? 5ന്റെ ക്യൂബിൽ നിന്ന് ഒന്ന് കുറച്ചാൽ പോരെ. സോ 5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര? 125. ഈ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ ഒന്ന് കുറച്ചാൽ 125 നിന്ന് ഒന്ന് കുറച്ചാൽ എത്ര കിട്ടും? 124 കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി ആണ്, 124 ഉത്തരം. ഇതും എല്ലാവർക്കും കിട്ടും, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കിട്ടും. നിങ്ങളെല്ലാവരും ക്യൂബ് പഠിക്കണം. ആരെങ്കിലും ക്യൂബ് അറിയാത്തവരുണ്ടെങ്കിൽ അത് ഇപ്പോഴേ അങ്ങ് പഠിച്ചേക്കണം. ഓക്കെ, കണക്കിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം. പെൻഡഗണിൻ്റെ കോഡുണ്ട്. അത് കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. പെൻഡഗണിൻ്റെ കോഡുണ്ട്, റെക്റ്റാങ്കിളിൻ്റെ കോഡ് എന്തായിരിക്കും? ഞാൻ ആദ്യം നമ്മുടെ സ്ഥിരം പരിപാടി അങ്ങ് എഴുതി വെച്ചത് കേട്ടോ. നമ്മുടെ സ്ഥിരം പരിപാടി നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മളെപ്പോഴും കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇങ്ങനല്ലേ? ഇങ്ങനെ എ തൊട്ട് ഇസഡ് വരെ എഴുതും, 13 അങ്ങോട്ട് എഴുതും, അടുത്ത 13 എം തൊട്ട് എൻ തൊട്ട് ഇങ്ങോട്ട് എഴുതുകയും ചെയ്യും. എന്നിട്ട് എല്ലാത്തിൻ്റെ മേലെ 1 തൊട്ട് 2, 3, 4, 5, 6 അങ്ങനെ 26 വരെ നമ്മൾ നമ്പേഴ്സും കൊടുത്തു വെക്കും. നമ്മളെപ്പോഴും ചോദ്യ പേപ്പറിൽ ആദ്യം ഇതങ്ങ് എഴുതി വെക്കും. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ കോഡിങ് എഴുതുകയാണ്. നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എഴുതുകയാണ്. പെൻഡഗണിൻ്റെ കോഡ് എന്നിട്ട് നമുക്കതങ്ങ് എഴുതാം. പെൻഡഗണിൻ്റെ കോഡെന്ന് പറഞ്ഞാൽ ഓരോന്നും എടുത്ത് എഴുതാം. പെൻഡഗൺ ഇതാ ഇങ്ങനെ എഴുതുകയാണ്. പെൻഡഗണിൻ്റെ കോഡ് അല്ലേ? പെൻഡഗണിൻ്റെ കോഡ് എന്താ? ക്യു ബി ഒ ക്യു ബി ഡി പി കെ എന്നൊരു പെൻഡഗണിൻ്റെ കോഡ് ഉണ്ട് അല്ലേ? അത് എഴുതി വെച്ചു. ഇനി എന്താ ചോദ്യം? റെക്റ്റാങ്കിളിൻ്റെ കോഡാണ് ചോദിച്ചത്. അന്നേരം റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ കോഡാണ് ചോദിക്കുന്നത് അല്ലേ? ഓക്കെ, ഇനി നമുക്കറിയാവുന്ന ഓരോ ലെറ്റേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറോട് എഴുതി വെക്കാം. കാരണം നമുക്ക് പിയും ക്യൂ ആയിട്ടുള്ള ബന്ധം, ഇയും ബി ആയിട്ടുള്ള ബന്ധം അത് വേണ്ട. നമുക്ക് നമ്പേഴ്സും കൊടുക്കാം. നമ്പർ കൊടുക്കുമ്പോൾ പി എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ലെറ്ററാണ്? പിയുടെ വില എങ്ങനെ എഴുതുക? പിയുടെ വില എത്ര? 16. അതങ്ങ് എഴുതി വെച്ചാൽ മതി. പിയുടെ വില 16. അടുത്ത ഇയുടെ വില എത്ര? 5. അടുത്ത എന്നിൻ്റെ വില എത്ര? n = 14 അല്ലേ? അടുത്ത ടി, ഒരു ലെറ്റേഴ്സ് ഒന്ന് നോക്കി പോകണം കേട്ടോ. അടുത്ത ടിയുടെ വില എത്ര? 20. ടിയുടെ വില 20 മാർക്ക് ചെയ്തു. അടുത്ത എത്ര? എയുടെ വില എത്ര? 1. അടുത്ത ജിയുടെ വില എത്ര? 7. അത് മാർക്ക് ചെയ്തു. അടുത്ത എത്ര? ഓയാണ്. ഓയുടെ വില എത്ര? 15. അത് മാർക്ക് ചെയ്തു. എന്നിൻ്റെ വില എത്ര? 14. എല്ലാം മാർക്ക് ചെയ്തു അല്ലേ? ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നോക്കുമ്പം ആദ്യത്തെ വില എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. ക്യൂവിൻ്റെ വില എന്ന് പറഞ്ഞാൽ 17. ക്യൂവിൻ്റെ വില 17. ഓക്കെ, അന്നേരം ഇവിടെ 17 കിട്ടി. വേണമെങ്കിൽ ഇങ്ങനെ നീട്ടിയങ്ങ് വരയ്ക്കാം 17. അടുത്ത ബിയുടെ വില എന്ന് പറഞ്ഞാൽ 2. ബിയുടെ വില 2 മനസ്സിലായി. അടുത്ത ഓയുടെ വില എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യോ? ഓയുടെ വില എത്ര? 15. ഇങ്ങനെ അങ്ങ് വരച്ച് പോയാൽ മതി. ഓയുടെ വില 15. അടുത്ത ക്യൂവിൻ്റെ വില എത്ര? 17. അന്നേരം അത് 17. ശരി. അടുത്ത ബിയുടെ വില എത്ര? 2. ബിയുടെ വില 2. അത് കിട്ടി. അടുത്ത ഡിയുടെ വില എത്ര? 4. ഡിയുടെ വില 4 കിട്ടി. ഓക്കെ ആണേ. അടുത്ത പിയുടെ വില എത്ര? പി 16. അടുത്ത കെയുടെ വില എത്ര? k = 11. കിട്ടിയല്ലോ. എല്ലാ വാല്യൂസും കിട്ടി. എല്ലാ വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വാല്യൂസ് ഒന്ന് കമ്പയർ ചെയ്യാം. ഇവിടെ 16, ഇവിടെ 17. സോ 16 നിന്ന് 17 കിട്ടാൻ വേണ്ടി 1 കൂട്ടാം. അത് എഴുതി വെക്കാം. ഇവിടെ 5ഉം ഇവിടെ 2ഉം. 5ൽ നിന്ന് 2 കിട്ടാൻ വേണ്ടി 3 കുറയ്ക്കാം. 5ൽ നിന്ന് 3 കുറച്ചാൽ 2. ഇവിടെ 14, ഇവിടെ 15 ആകുമ്പോൾ വീണ്ടും 1 കൂട്ടാം, +1. ഇവിടെ 20ഉം ഇവിടെ 17 ആകുമ്പോൾ വീണ്ടും 3 കുറയ്ക്കാം. 20ൽ നിന്ന് 3 കുറച്ചാൽ 17. ഇവിടെ 1ഉം 2ഉം ആകുമ്പം വീണ്ടും 1 കൂട്ടാം. ഇവിടെ 7ഉം 4ഉം ആകുമ്പോൾ വീണ്ടും 3 കുറയ്ക്കാം. ഇത്ര കാര്യം മനസ്സിലായി.
ആദ്യം +1 പിന്നെ -3 പിന്നെ +1 -3 +1 -3 അത്രയും കിട്ടിയാൽ മതി. ഇനി നമുക്ക് ആൻസർ ഇതുപോലെ എഴുതാം. അന്നേരം ഓരോന്നിൻ്റെയും വില എഴുതി വെക്കാം. എന്നിട്ട് ആദ്യം +1 കൊടുക്കാം, പിന്നെ -3 കൊടുക്കാമല്ലോ. എന്നാ പറഞ്ഞു, റെക്റ്റാങ്കിൾ ആകുമ്പോൾ ഓരോന്നിൻ്റെ വില പറ. റെക്റ്റാങ്കിൾ ആകുമ്പോൾ ആദ്യം 6ൻ്റെ വില എത്രയാണ്? 18. അടുത്ത ഈയുടെ വില 6 കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ആണ്. ഈയുടെ വില എത്ര? 5, അത് മാർക്ക് ചെയ്തു. അടുത്ത സിയുടെ വില എത്ര? 3, അത് മാർക്ക് ചെയ്തു. ടിയുടെ വില എത്ര? 20, അത് മാർക്ക് ചെയ്തു. അടുത്ത എയുടെ വില എത്ര? 1, അത് മാർക്ക് ചെയ്തു. അടുത്ത എന്നിൻ്റെ വില എത്ര? എന്നിൻ്റെ വില 14, അത് മാർക്ക് ചെയ്തു. അടുത്ത ജിയുടെ വില എത്ര? 7. ഇപ്പോഴേക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ ആൻസർ കിട്ടുമായിരിക്കും, എന്നാലും വെറുതെ എഴുതി വെക്കാം. ജിയുടെ വില 7. അടുത്ത എല്ലിൻ്റെ വില എന്ന് പറഞ്ഞാൽ 12. അടുത്ത ഈയുടെ വില എത്ര? 5. കിട്ടിയല്ലോ. ഇനി പറ ഓരോന്നും എങ്ങനെ വരണം. ആദ്യം വരേണ്ട ഇതാണ് ഇതിൻ്റെ ഓർഡർ. ഈ ഓർഡറിൽ പറയണം. ആദ്യം +1 എന്ന് പറഞ്ഞാൽ 18. സോ 18ൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 19. +1 അല്ലേ? +1 ആദ്യം പറയണ്ടേ. ഇവിടെ 16 ആകുമ്പോൾ 17 അല്ലേ? നേരെ 18 ആകുമ്പോൾ +1 ആകുമ്പോൾ 19. നേരെ 19ാമത്തെ ആളെന്ന് പറഞ്ഞാൽ എസ്. നേരെ സ്റ്റാർട്ട് ചെയ്യേണ്ട എസ് ആണ്. ഓപ്ഷൻസ് നോക്കുക, എല്ലാം തുടങ്ങുന്ന എസ് അല്ല. നേരെ അത് ഓക്കെയാണ്. ഓക്കെ, അത് കിട്ടി. അടുത്ത ഈയുടെ വില 5, രണ്ടാമത്തെ ആണ്. +1 കഴിഞ്ഞാൽ പിന്നെ -3. സോ 5ൽ നിന്ന് 3 കുറയ്ക്കണം. 5ൽ നിന്ന് 3 കുറച്ചാൽ രണ്ടാമത്തെ ലെറ്റർ. അങ്ങനല്ലേ? ഇവിടെ 5 ആയിരുന്നു, 5ൽ നിന്ന് 3 കുറച്ചിട്ടല്ലേ 2 കിട്ടി. അതുപോലെ ഇവിടെ 5 ആണ്, 5ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 2. +1 കഴിഞ്ഞാൽ പിന്നെ -3, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ബി. സോ എസ് കഴിഞ്ഞാൽ ബി. ഓപ്ഷൻ നോക്കിയേ, എല്ലാ എസ് കഴിഞ്ഞാൽ പിന്നെ ബി ആണ്. അന്നേരം അതും ഓക്കെ ആണ്, കിട്ടി. അടുത്ത +1 -3. അടുത്ത എന്ത് തന്നെ? +1. അടുത്ത +1 ആകുമ്പോൾ ഇവിടെ 3. അന്നേരം 3ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 4. അന്നേരം നാലാമത്തെ പറയണം. നാലാമത്തെ ഏതാ? ഡി. അന്നേരം എസും ബിയും കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരേണ്ടത് ഡി ആണ്. ഓപ്ഷൻ നോക്കിയേ, SBD, 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 SBQ. അന്നേരം ഇതിപ്പോഴേ വെട്ടിക്കളയാം. ഇതല്ല ഉത്തരം, അത് പോയി. ഓപ്ഷൻ ഡി ഇപ്പോഴേ കട്ടായി, അത് കട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത എത്ര? ടി. പറഞ്ഞേ. ഇപ്പം നമ്മൾ ലാസ്റ്റ് എടുത്ത് എന്താ? 3 കഴിഞ്ഞിട്ട് 4 ആകുമ്പോൾ +1. അന്നേരം +1 കഴിഞ്ഞാൽ പിന്നെ അടുത്ത -3. അന്നേരം 20ൽ നിന്ന് 3 കുറച്ചാൽ എത്ര? 17. അന്നേരം 17ാമത്തെ ലെറ്റർ പറയണം. 17ാമത്തെ ലെറ്റർ തന്നെ കിടക്കുന്നു, ക്യൂ ആണ്. അന്നേരം SBD കഴിഞ്ഞാൽ പിന്നെ ക്യൂ. ഇതെല്ലാം നോക്കിയേ, SBD കഴിഞ്ഞാൽ ക്യൂ, SBD കഴിഞ്ഞാൽ ക്യൂ, SBD കഴിഞ്ഞാൽ ബി. അന്നേരം ഇതും കട്ട് ചെയ്യാം. 2 ഓപ്ഷൻ പോയി, 2 ഓപ്ഷനേ ഉള്ളൂ. കിട്ടിയല്ലോ. എന്നാൽ അടുത്ത ഇപ്പോൾ 20ൽ നിന്ന് 17 ആകുമ്പോൾ -3 ആയി. അന്നേരം -3 കഴിഞ്ഞാൽ പിന്നെ അടുത്ത +1 ആകുമ്പോൾ കിട്ടി. 1 കഴിഞ്ഞാൽ 1 കൂട്ടിക്കഴിഞ്ഞാൽ 2. രണ്ടാമത്തെ ആകുമ്പോൾ ബി വരും അടുത്തതെന്ന് പറഞ്ഞാൽ അല്ലേ? SBDQ കഴിഞ്ഞാൽ പിന്നെ ബി വരണം അല്ലേ? SBDQ കഴിഞ്ഞാൽ ബി വന്നു. ഇവിടെ SBDQ കഴിഞ്ഞാൽ സി വന്ന്. സി ആകുമ്പോൾ തെറ്റ, ബി ആണ് ഉത്തരം. സോ ആൻസർ ഇസ് ഈക്വൽ ടു ഓപ്ഷൻ എ ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ്. ലെറ്റേഴ്സ് ഇട്ട് കമ്പയർ ചെയ്യാതെ നമ്മളിങ്ങനെ എഴുതുമ്പോൾ ഒരിത്തിരി നീട്ടി വലിച്ചിങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഇതൊരിത്തിരി ഇങ്ങനെ നമ്മൾ നീട്ടി പറയുന്നേ. പക്ഷെ നിങ്ങളത് എഴുതുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതി പോകാൻ പറ്റും. സ്പീഡിൽ എഴുതി പോകണം. നമ്മൾ ലെറ്റേഴ്സ് എഴുതും, അതിൻ്റെ നേരെ നമ്പറൊക്കെ എഴുതുന്നതൊക്കെ നല്ല സ്പീഡിൽ എഴുതി പോകും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധം കണ്ടുപിടിക്കുക, ആൻസർ പെട്ടെന്ന് നോക്കി ഓപ്ഷൻ നോക്കി എഴുതും. ചെയ്യുമ്പോൾ ഇതൊക്കെ നല്ല എളുപ്പത്തിലങ്ങ് മാറ്റും. നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പയ്യെ ഓരോ ആൾക്കാരെ എടുത്ത് പറയുന്നതേ ഉള്ളൂ. അന്നേരം നിങ്ങൾക്കിത് റെഡിയാവും, നല്ലതുപോലെ മനസ്സിലാവും. ഇതിനെക്കാട്ടി നല്ല മാർഗ്ഗം കോഡിങ്ങിനകത്ത് ഇല്ല. കാരണം ഇത് തന്നെ അങ്ങ് പഠിക്കണം. ക്ലിയർ? നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യം, അതൊരു ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവാണ്. ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പഠിക്കുന്ന സ്ഥിരം ചോദ്യങ്ങളിലൊന്നാണ്. ക്ലോക്കിലെ സമയം എന്ന് പറയുന്നത് 4:35 ആണ്. ആ 4:35 AM PM എന്തോ ആയിക്കോട്ടെ. കാരണം കോണളവ് 4:35 AM ആയാലും PM ആയാലും ഒക്കെ ഒരുപോലെയാണ്. കാരണം സമയം വന്നു കഴിഞ്ഞാൽ ക്ലോക്കിനകത്ത് 4:35 രാവിലെ ആയാലും വൈകിട്ടായാലും ഒക്കെ ഒരുപോലല്ലേ വരണ്ടേ. അതുകൊണ്ട് 4:35 മാത്രം നോക്കിയാൽ മതി. എന്താണ് ഇക്വേഷൻ? ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണുന്നതിൻ്റെ ഇക്വേഷനൊക്കെ പഠിച്ചാൽ മതി. ഇക്വേഷൻ ഇതായിരുന്നു, 30H - 11/2 M ആണ് ഇക്വേഷൻ. H എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡും M എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഹാൻഡും. ഇവിടെ H എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ 4. സോ 30 ഇൻറ്റു Hൻ്റെ വില 4 മൈനസ് 11/2 ഇൻറ്റു M. എമ്മിൻ്റെ വില എന്ന് പറഞ്ഞാൽ 35 അല്ലേ? ഇപ്പോഴേ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം പറയാൻ പറ്റും. ഇതൊന്നും ചെയ്യാതെ പറയാൻ പറ്റും. കാരണം ഇവിടെ 11:35 ആയതുകൊണ്ട് ഇത് ഈ 11നെയും 35നെയും കൊണ്ട് ഈ 2നെ വെട്ടാൻ പറ്റത്തില്ല. സോ ഇതിൻ്റെ ആൻസറിനകത്ത് ഇവിടെ പോയിന്റ് വരും എന്ന് ഉറപ്പായി. അതിന് ഈ 30 × 4 120 നിന്ന് കുറച്ചാലും ആ ഉത്തരത്തിനകത്ത് പോയിന്റ് വരും. നിങ്ങൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓപ്ഷൻസിനകത്ത് പോയിന്റ് ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് 72.5 ആണ്. മറ്റു ഓപ്ഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പോഴേ നമുക്ക് ഉത്തരം ഉറപ്പിക്കാം.
ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആയിരിക്കും. 72.5 ആയിരിക്കും. മറ്റു ഓപ്ഷൻസ് ഒന്നും വരത്തില്ല. കാരണം ഇവിടെ പോയിന്റ് വരും എന്നുള്ളത് കൊണ്ടാണ്. ശരിയല്ലേ? അല്ലെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. 30x4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 120 എന്ന് കിട്ടും. മൈനസ് 11/2 × 35 അല്ലേ? ഇവിടെ നമുക്ക് 11നെ കൊണ്ട് 35 ഗുണിച്ചിട്ട് 2 കൊണ്ട് ഹരിക്കുക. അല്ലെങ്കിൽ 11ന്റെ പകുതിയായ 5.5നെ കൊണ്ട് 35നെ ഗുണിക്കാം. ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഹരിക്കുന്നതിനെക്കാട്ട് നല്ല നമുക്ക് ഗുണിക്കുന്നതാണ്. അതുകൊണ്ട് 11ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 5.5 അല്ലേ? 5.5 5.5 കൊണ്ട് നമുക്ക് എന്ത് ഗുണിക്കണം? 35 ഗുണിക്കണം. നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം. 35നെ കൊണ്ട് 5.5 ഗുണിക്കുക എന്ന് പറഞ്ഞാൽ നമ്പർ ഗുണിക്കണം. നമ്പർ എത്ര? 55നെ കൊണ്ട് 35 ഗുണിക്കണം. 55നെ കൊണ്ട് 35 ഗുണിച്ചാൽ 5 × 5 25ന്റെ 5 എഴുതി ബാലൻസ് 2 ഇടണം. 5 × 5 25 25ന്റെ 2 27. ഇനി 3 കൊണ്ട് ഓരോന്നിനെയും ഗുണിക്കണം. സോ 3 × 5 = 15ന്റെ 5 ബാലൻസ് 1. 3 × 5 15 15 1 16 നേരെ 16 കൊടുത്തു അല്ലേ? 5 7 5 12ന്റെ 2 ബാലൻസ് 1 6 3 9 1 കൊടുത്താൽ 1925 എന്ന് കിട്ടും. ആ 1925-നകത്ത് ഇവിടെ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പം എങ്ങനെ കിട്ടി? 120 മൈനസ് 192.5 എന്ന് കിട്ടി. മൈനസ് ഒന്നും നോക്കണ്ട. 120 192.5 അല്ലേ? അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. 192.5 നിന്നും വലുതിലും ചെറുതും കുറച്ചാൽ മതി. 192.5 നിന്നും എന്ത് കുറയ്ക്കണം? 120 കുറയ്ക്കണം. 120 എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് 120.01 എഴുതാം. പോയിന്റ് ഒന്നുമില്ലെങ്കിൽ പോയിന്റ് കൊടുത്ത് 0 ഇട്ടാൽ മതി. 5 5 നിന്ന് 0 കുറച്ചാൽ 5. ഇവിടെ 2ഉം 9 നിന്ന് 2 കുറച്ചാൽ 7ഉം 1 നിന്ന് 1 കുറച്ചാൽ 0. സോ ആൻസർ ഇസ് ഈക്വൽ ടു 72.5 ഡിഗ്രിയാണ് ഈ കണക്കിൻ്റെ ഉത്തരവെന്ന് കിട്ടും. അതല്ലേ കിട്ടിയേ? ഇത്രയും വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യം ഇതാ, നിങ്ങൾ ഇതൊന്നും ചെയ്യരുതായിരുന്നു. നിങ്ങൾ ഇപ്പോഴേ പറയണം. ഇവിടെ 35ഉം 2ഉം കാണുമ്പം 35ന്റെ പകുതി അല്ലെങ്കിൽ 11ന്റെ പകുതി അപ്പോഴേ ഉറപ്പിക്കണം. ഉത്തരത്തിൽ പോയിന്റ് വരും. പോയിന്റ് വരുന്ന ഓപ്ഷൻസ് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വെച്ച് തന്നെ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ പറയണം ഉത്തരത്തിൽ പോയിന്റ് വരുമെന്ന് ഉറപ്പാണ്. 30x4 120 എന്നും പോയിന്റ് കുറച്ചാൽ പോയിന്റ് വന്നേ പറ്റൂ. സോ ആൻസറിനകത്ത് പോയിന്റ് വരണം. എന്നാൽ പോയിന്റുള്ള ഓരോ ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നും ചെയ്യാതെ അങ്ങ് പറയും ആൻസർ ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ 72.5. അങ്ങനെ പറയണം. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5ാമത്തെ കണക്കിലേക്ക് പോവാം. വിട്ടുപോയ ചിഹ്നങ്ങൾ കണ്ടെത്തുക. അതൊരു ബോട്ട് മാസുമായിട്ട് ബന്ധപ്പെട്ട വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഒരു 4 ഓപ്ഷൻസ് ഉണ്ട്. വിട്ടുപോയ ചിഹ്നങ്ങൾ ഏതായിരിക്കും? ഇവിടെ 4 ചിഹ്നങ്ങൾ, ഇവിടെ 4 ഡാഷ് ഉണ്ട്. അതുകൊണ്ട് 4 ചിഹ്നങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അതെല്ലാം കൂടെ ചെയ്യുമ്പോൾ ഉത്തരവായിട്ട് 65 കിട്ടണം. ഇതിനകത്ത് ഏതൊക്കെ ചിഹ്നങ്ങളാണ് കൊടുക്കേണ്ടത്? ആദ്യത്തെ ചിഹ്നത്തിൽ മൈനസ് പ്ലസ് ഇൻറ്റു ഡിവിഷൻ. അന്നേരം ആദ്യം മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ ഇൻറ്റു ഡിവിഷൻ, അങ്ങനെ പോവുകയാണ്. അന്നേരം ഇവിടെ നിങ്ങൾ ചെയ്യുന്നതിനൊരു എളുപ്പമാർഗ്ഗം ഞാൻ പറയാം. ഏറ്റവും എളുപ്പത്തിൽ ഏത് ഓപ്ഷൻ എടുക്കണം? നമുക്ക് 4 ഓപ്ഷനും എടുത്ത് ചെയ്യുമ്പം എന്തായാലും ഓരോ ഓപ്ഷനകത്ത് ആൻസർ കിട്ടും, അത് ഉറപ്പാണ്. എന്നാൽ ആദ്യം എടുക്കേണ്ട ഓപ്ഷൻ ഏതാ എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത്. അതിങ്ങനെ പറയണം. ആദ്യം എടുക്കേണ്ട ഓപ്ഷൻ ഏതാന്ന് ചോദിച്ചാൽ ഡിവിഷൻ്റെ സ്ഥാനം നോക്കണം. ഡിവിഷൻ്റെ സ്ഥാനം, ഓരോ ഓപ്ഷൻസിനകത്തെയും ഡിവിഷൻ്റെ സ്ഥാനം നോക്കിയിട്ട് അത് നമുക്ക് ചെയ്ത് കിട്ടുമോ നോക്കണം. കാരണം ഉത്തരവായിട്ട് നമുക്ക് 65 കിട്ടേണ്ടത്. അതൊരു പൂർണ്ണസംഖ്യ. ഒരു ഉത്തരം പൂർണ്ണസംഖ്യ ആവുമ്പം ഡിവിഷൻ ചെയ്യുമ്പോഴും നമുക്കൊരു പൂർണ്ണസംഖ്യ കിട്ടുമോ നോക്കാം. നമുക്കത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇത്തിരിയോടെ മനസ്സിലാവും. അന്നേരം ആദ്യത്തെ ഓപ്ഷൻ ഞാൻ നോക്കുമ്പം ആദ്യത്തെ ഓപ്ഷനകത്ത് ഡിവിഷൻ വരുന്ന എത്രാമതാ? 1 2 3 4 വരുന്നത്. 4 നിങ്ങൾ 4 ഡിവിഷൻ കൊടുത്ത് നോക്കണം. 1 2 3 4 ഇവിടെ ഡിവിഷൻ കൊടുക്കണ്ടേ. പക്ഷെ അവിടെ ഡിവിഷൻ കൊടുത്തു കഴിഞ്ഞാൽ 4/9 എന്ന് കിട്ടും. അന്നേരം 4/9 നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ ഓപ്ഷൻ അവിടെ നിൽക്കട്ടെ, അത് പിന്നെടുക്കാം. കാരണം അതൊരു പൂർണ്ണസംഖ്യ കിട്ടാൻ ചാൻസ് ഇല്ല. 4/9 അല്ലേ? കാരണം ബോട്ട് മാസിനകത്ത് ആദ്യം ഡിവിഷൻ അല്ലേ ചെയ്യണ്ടേ? ആ ഡിവിഷൻ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അതവിടെ നിൽക്കട്ടെ. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ നോക്കുമ്പോൾ ഡിവിഷൻ തുടക്കത്തില്ല, ഫസ്റ്റിലാണ് ഡിവിഷൻ. അന്നേരം ഫസ്റ്റിലാകുമ്പോൾ ഡിവിഷൻ കൊടുക്കേണ്ട ഇവിടെ. അങ്ങനെ കൊടുക്കുമ്പോൾ അത് 9/8 എന്ന് കിട്ടും. 9/8 പൂർണ്ണസംഖ്യ കിട്ടത്തില്ല. എന്നാൽ ആ ഓപ്ഷൻ കൊടുക്കണ്ട, അത് പിന്നെ കൊടുക്കാം. അതവിടെ നിൽക്കട്ടെ. അടുത്ത ഓപ്ഷനകത്തും ഡിവിഷൻ ഫസ്റ്റില്ല. ഡിവിഷൻ ഫസ്റ്റ് ആകുമ്പോൾ അതും കൊടുക്കണ്ട, 9/8 കിട്ടും, അതും കൊടുക്കണ്ട. എന്നാൽ പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ആദ്യം കൊടുക്കേണ്ടത്. നമുക്ക് ആ ലാസ്റ്റ് ഓപ്ഷൻ കൊടുക്കുമ്പം ഡിവിഷൻ എത്രാമതാ? മൂന്നാമത് കൊടുക്കുമ്പോൾ 1 2 3 ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഇത് 8/4 എന്ന് വരും. 8/4 എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമല്ലോ. 8 4 2 തവണ അത് ചെയ്യാൻ പറ്റും. സോ നമുക്ക് നോക്കേണ്ട ഫസ്റ്റ് ഓപ്ഷൻ ഡി ഓപ്ഷൻ നോക്കാം. ഞാൻ നോക്കുന്ന ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ
ഡി ഓപ്ഷനാണ് നോക്കുന്നത്. നമുക്ക് ഡി ഓപ്ഷനകത്ത് വാല്യൂസ് കൊടുത്തു നോക്കാം. കാരണം നിങ്ങൾ ചോദ്യത്തിനകത്ത് ഒന്നും ചെയ്യരുത്, ചോദ്യം അവിടെ നിൽക്കണേ. നമുക്ക് എടുത്തെഴുതാം. അതാണ്ട് നമ്പേഴ്സൊക്കെ എടുത്തെഴുതുക. 9 സൈൻ ഇടാനുള്ള സ്ഥലം അവിടെ കിടന്നാൽ മതി. 9 കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പർ 8, ആ പ്ലേസ് അവിടെ ഇട്ടിരുന്നാൽ മതി. 9 8, അടുത്ത നമ്പർ ഏത് തന്നെ 8, അടുത്ത നമ്പർ ഏതാ 4, അടുത്ത നമ്പർ 9. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ ഏത് കിട്ടണം? 65 കിട്ടണം. അങ്ങനെ കിട്ടുവാണെങ്കിൽ ആ ഓപ്ഷൻ ശരിയായിട്ട് മാറും. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഏത് ഓപ്ഷൻ നോക്കാം, നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഒരു ആദ്യത്തെ സൈൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റു, ഇതിൻ്റെ ഇടയ്ക്ക് കൊടുക്കേണ്ടത് ഇൻറ്റു. അടുത്ത സൈൻ എന്ന് പറഞ്ഞാൽ പ്ലസ്, ഇതിൻ്റെ ഇടയ്ക്ക് കൊടുക്കേണ്ടത് പ്ലസ്. അടുത്ത സൈൻ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, സോ ഇതിൻ്റെ ഇടയ്ക്ക് കൊടുക്കേണ്ടത് ഡിവിഷൻ. അടുത്ത സൈൻ എന്ന് പറഞ്ഞാൽ മൈനസ്, സോ ഇതിൻ്റെ ഇടയ്ക്ക് കൊടുക്കേണ്ടത് മൈനസ്. കിട്ടിയല്ലോ. ഇനി ബോട്ട് മാസ് അനുസരിച്ച് എല്ലാവരും ഒന്ന് ബോട്ട് മാസ് പറഞ്ഞ്. ബോട്ട് മാസ് അനുസരിച്ച് എന്തിനാണ് നമ്മൾ ഡിവിഷൻ നോക്കിയേ? ബോട്ട് മാസ് അനുസരിച്ച് ബ്രാക്കറ്റും ഓഫും കഴിഞ്ഞാൽ പിന്നെ ആദ്യം നോക്കേണ്ടത് ഡിവിഷനാണ്. ആദ്യം നോക്കേണ്ട ഡിവിഷൻ. സോ ആദ്യം ഡിവിഷൻ ചെയ്യണം. ഡിവിഷൻ മാത്രം ചെയ്യണം, ബാക്കിയുള്ളതൊക്കെ കോപ്പി ചെയ്യണം. ബാക്കിയൊന്നും കണക്ക് ചെയ്യരുത്, ഡിവിഷൻ മാത്രമേ ചെയ്യാവൂ. അങ്ങനെ ചെയ്യുമ്പം ബാക്കിയുള്ളതൊക്കെ എടുത്തെഴുതും. 9 × 8 പ്ലസ് കൊടുത്തിട്ട് ഡിവിഷൻ നമുക്ക് ചെയ്യണം. ഡിവിഷൻ ചെയ്യുമ്പോൾ എത്ര? 8/4. 8/4 എന്ന് പറഞ്ഞാൽ 2 കിട്ടി. ബാക്കി എത്ര? -9 = എത്ര? 65. നമ്മൾ ഡിവിഷൻ ചെയ്തല്ലോ, ഡിവിഷൻ ചെയ്തു. ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നുള്ള ഏതാ? എം ആണ്. എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. ഇനി ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷന്. ഇതാ ഇവിടെ കിടക്കിയ മൾട്ടിപ്ലിക്കേഷൻ. ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ചെയ്തു പറ. 9 × 8 ഗുണിച്ചാൽ 9 × 8 72. 72 + 2 -9 = 65 ആണോ എന്ന് നോക്കണം അല്ലേ? ഓക്കെ. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് അഡീഷനാണ്. അഡീഷൻ കൂട്ടാനാണ്. കൂട്ടുമ്പോൾ 72ൻ്റെ കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 74. 74 - 9 = 65 അല്ലേ? ഒന്ന് കുറച്ച് 74 ൽ 9 കുറച്ച് എത്ര തന്നെ കിട്ടും? 65 = 65. രണ്ട് സൈഡും തുല്യമല്ലേ? അതുകൊണ്ട് നമ്മൾ ഇത് കൊടുത്തപ്പം കിട്ടി. അതായത് ഓപ്ഷൻ ഡി കൊടുത്തപ്പോൾ നമുക്ക് ഉത്തരം ശരിയായിട്ട് കിട്ടി. അതുകൊണ്ട് നമ്മൾ ആ പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് തന്നെ കിട്ടി. നമ്മൾ കൊടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി. അതുകൊണ്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആയിരിക്കും. 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കും ഈ കണക്കിൻ്റെ ആൻസർ. സൈൻ കൊടുക്കേണ്ടത് ഇൻറ്റു പ്ലസ് ഡിവിഷൻ. കണ്ടോ? ഡിവിഷൻ 8/4 മൈനസ് അത് കൊടുത്താൽ ഉത്തരം കിട്ടും. ക്ലിയർ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ 6ാമത്തെ ചോദ്യം. 6ാമത്തെ ചോദ്യം ഒരു കൃത്യങ്കമായിട്ട് ബന്ധപ്പെട്ട എക്സ്പോണൻസിനകത്തൊരു ചോദ്യമായിരുന്നു. അത്ര എളുപ്പമുള്ള ചോദ്യമല്ല. ഒന്ന് നല്ലപോലെ നോക്കണം, ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ഓക്കെ. എന്താ ചോദ്യം? -1/27 ദ ഹോൾ റൈസ് -2/3 അല്ലേ? അന്നേരം എവിടെ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റും? ഇവിടെ മുകളിൽ ഒരു മൈനസ് ഉണ്ട്. പവറിനകത്ത് മൈനസ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പവറിലെ മൈനസൊക്കെ നമുക്ക് മാറ്റാം, അതിന് റൂൾസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു മൈനസ് കിടക്കുന്നു, ഈ -1 കിടക്കുന്നു. അതൊരു ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് ആ -1 വരുന്നിടത്ത് തന്നെ നമുക്ക് കണക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്ന് വെച്ചാലേ ഈ -1 താഴെ 27 അല്ലേ? അത് ആദ്യം നിങ്ങൾ മാറ്റി ഒരു സ്റ്റെപ്പ് ഒന്ന് എഴുതണം. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളിൽ നിന്ന്. അതിങ്ങനെയാണ്. ഈ 1 എന്ന് പറഞ്ഞ നമ്പർ 1ൻ്റെ ക്യൂബാണ്. 27 എന്ന് പറഞ്ഞ നമ്പർ 3ൻ്റെ ക്യൂബാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ എഴുതണം? -1/27 മാറ്റിയിട്ട് -1/3ൻ്റെ ക്യൂബ് എന്ന് എഴുതണം ഈ നമ്പറിനെ. ഇതിനെ -1/27 മാറ്റിയിട്ട് അതിനെങ്ങനെ എഴുതണം? -1/3ൻ്റെ ക്യൂബ് എന്ന് എഴുതണം. എന്നിട്ട് നിങ്ങൾ വിലയൊന്ന് നോക്കണം. -1/3ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ -1ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ ക്യൂബ് 1ഉം, മൈനസിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസിൻ്റെ പവർ ഒറ്റ സംഖ്യയാണെങ്കിൽ ആൻസർ മൈനസ് തന്നെ. സോ -1ൻ്റെ ക്യൂബ് എന്ത് തന്നെയായിരിക്കും? -1 തന്നെ ആയിരിക്കും. അതിങ്ങനെ മൈനസിൻ്റെ പവർ ഒറ്റ സംഖ്യയാണെങ്കിൽ ഉത്തരം എന്ത് തന്നെയായിരിക്കും? മൈനസ്. ഇവിടെ മൈനസിൻ്റെ പവർ ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ഉത്തരം -1 തന്നെ. അങ്ങനെ വിലയ്ക്ക് വ്യത്യാസമില്ല. താഴെ നിൽക്കുന്ന 3ൻ്റെ ക്യൂബ് 27 തന്നെ. കിട്ടിയല്ലോ. അതുകൊണ്ട് -1/27 മാറ്റി നമ്മൾ എങ്ങനെ എഴുതി? -1/3ൻ്റെ ക്യൂബ് എന്ന് എഴുതിയല്ലോ. റൈസ് ടു ദ ഹോൾ റൈസ് ടു അതിൻ്റെ മേളത്തെ പവർ എത്ര? -2/3. കിട്ടിയല്ലോ. അങ്ങനെ എഴുതി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, ഒരു സംഖ്യയ്ക്ക് 1ൽ കൂടുതൽ പവർ ഉണ്ടെങ്കിൽ, ഈ -1/3 പറഞ്ഞ സംഖ്യയ്ക്ക് 1ൽ കൂടുതൽ പവർ ഉണ്ട്, 3 ഉണ്ട്, അതിൻ്റെ പവറായിട്ടൊരു -2/3 ഉണ്ട്. ഒരു സംഖ്യയ്ക്ക് 1ൽ കൂടുതൽ പവർ ഉണ്ടെങ്കിൽ ആ പവറുകൾ തമ്മിൽ ഗുണിക്കണം. റൂൾ ഇതാണ്. a⁻m ദ ഹോൾ റൈസ് ടു n a⁻m × n എന്ന് നമ്മൾ പഠിക്കത്തില്ലേ? പഠിക്കുമല്ലോ. അതുപോലെ പറയണം.
അതുപോലെ പറയുമ്പം ബേസ് ഏതാ -1/3 അങ്ങ് എഴുതിയിട്ട് അതിൻ്റെ പവറുകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ഇങ്ങനെ എഴുതണം 3 ഇൻറ്റു ഒരു പവർ 3 m ഇൻറ്റു n എന്ന് പറഞ്ഞാൽ അടുത്ത പവർ എന്ന് പറഞ്ഞാൽ -2/3 എഴുതണം. എഴുതുമല്ലോ. അങ്ങനെ എഴുതിയ അടുത്ത സ്റ്റെപ്പിൽ ഈ 3 വെട്ടിക്കളഞ്ഞിട്ട് അത് താപ്പോട്ട് ഇങ്ങനെ എഴുതണം. ബാക്കി എത്ര കിട്ടിയേ? -1/3 താഴെയുണ്ട്, പവറായിട്ട് കിട്ടിയത് -2 പറയണം. കിട്ടിയല്ലോ, അതും കഴിഞ്ഞു. ഇനി ഈ പവറിനകത്ത മൈനസ് നമുക്ക് മാറ്റാം. ഈ മൈനസ് അവിടെ നിൽക്കട്ടെ. ഈ പവറിനകത്ത മൈനസ് മാറ്റാൻ അതിൻ്റെ റൂൾ ഇതാണ്. ഈ റൂളൂടെ പഠിക്കുമ്പോൾ കണക്കിൻ്റെ ഉത്തരവങ്ങ് ആവും. a/b² എന്ന് പറഞ്ഞാൽ b/a/b² എന്ന് പറഞ്ഞാൽ b/a² ആയിരിക്കും. a/b² -m is equal to b/a² ആണ്. അതായത് ഒരു ഭിന്നസംഖ്യയുടെ പവർ മൈനസ് ആണെങ്കിൽ ആ മൈനസ് മാറാൻ വേണ്ടി നമ്പർ തിരിച്ചിടണം. a/b തിരിച്ചിട്ട് b/a എന്നിട്ട പവർ മാറിക്കിട്ടും. അതുകൊണ്ട് -1/3 പവർ -2 ആയതുകൊണ്ട് ഈ മൈനസ് മാറ്റാൻ വേണ്ടി പവർ -m മാറി m കിട്ടാൻ വേണ്ടി നമ്പർ തിരിച്ചിടുമ്പം -1/3 തിരിച്ചിടുമ്പം 3/-1 എന്ന് എഴുതാം. 3/-1. അതുകൊണ്ട് മൈനസ് മാറി കിട്ടുമ്പോൾ പവർ 2 കിട്ടും. കിട്ടിയല്ലോ. ഇനി ഇത്രയുള്ള. ഇനി ഓരോ നമ്പറിൻ്റെയും പവർ അങ്ങ് പറഞ്ഞാൽ മതി. മുകളിൽ 3ന്റെ പവർ എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ 9. താഴെ -1ന്റെ പവർ എന്ന് പറഞ്ഞാൽ -ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്ലസ്സാ. മൈനസിൻ്റെ പവർ ഇരട്ട സംഖ്യയാണെങ്കിൽ ഉത്തരം പ്ലസ്. 1ന്റെ പവർ 1, -ന്റെ പവർ പ്ലസ്. പ്ലസ് ആകുമ്പോൾ എഴുതണ്ട. സോ ആൻസർ 9/1 എന്ന് കിട്ടിയ ഉത്തരം 9. പിടി കിട്ടിയോ? 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9ഉം താഴെ -ന്റെ പവർ -1ന്റെ സ്ക്വയർ. -1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു -1 എന്ന് പറഞ്ഞത് +1. കാരണം മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ്. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതി. മൈനസിൻ്റെ പവർ ഇരട്ട സംഖ്യ ആണെങ്കിൽ ഉത്തരം പ്ലസ് ആയിരിക്കും. അതുകൊണ്ട് 1 കിട്ടും. സോ 9/1 is equal to 9 എന്ന് കിട്ടും. 9 എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. ഓപ്ഷൻ ബി 9 ആണ്. അതുകൊണ്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആയിരിക്കും. ഒരിത്തിരി നല്ല ചോദ്യമായിരുന്നു. അത്ര എളുപ്പമുള്ള ചോദ്യങ്ങളിലൊന്നല്ല. കാരണം ഒരു നെഗറ്റീവ് നമ്പറൊക്കെ വന്നതുകൊണ്ട് ചിലപ്പം ഈ എക്സാമിനകത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നിക്കാണുന്ന ചോദ്യങ്ങളിലൊന്നാണ്. നല്ലതുപോലെ ഒന്ന് നോക്കി പഠിക്കണം. ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കും. കാരണം എക്സ്പൊണൻസ് കൃത്യംഗം സ്ഥിരമായിട്ട് എക്സാമിൻ്റെ ചോദ്യങ്ങളിലൊന്നാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7 പോവാം. 7ാമത്തെ ചോദ്യം. ഇത് ഒരു റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമെന്ന് മനസ്സിലായല്ലോ. ചോദ്യം നമുക്ക് വായിക്കാം. 1/x = 1/1/z is equal to 2:3:5 ആയാൽ x/y/z ആണ് ചോദ്യം. കാരണം ഇത് റെസിപ്രോക്കലാണ് തരുന്നത്. 1/xഉം 1/yയും 1/zൻ്റെയും തന്നിട്ട് നമ്പറുണ്ട് എക്സിൻ്റെയും വൈയുടെ ഇസഡിൻ്റെയും റേഷ്യോ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? അല്ലേ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഒരു സ്റ്റെപ്പ് ഒന്ന് എഴുതി വെച്ചാൽ മതി. കാരണം നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് വരാം. അതിങ്ങനെയാണ്. 1/xഉം 1/yയും 1/z ഉണ്ടെങ്കിൽ x/y/z കിട്ടാൻ വേണ്ടി നിങ്ങൾ രണ്ട് സൈഡിലും റെസിപ്രോക്കൽ എടുക്കണം. രണ്ട് സൈഡിലും, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും റെസിപ്രോക്കൽ എടുക്കണം. എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ റെസിപ്രോക്കൽ എടുക്കുമ്പം ഇതങ്ങ് തിരിച്ചിടും. ഇത് തിരിച്ചിട്ടാൽ അതെങ്ങനെ കിട്ടും? x/y/z എന്ന് കിട്ടും. അങ്ങനെയല്ലേ കിട്ടണ്ടേ? കാരണം തിരിച്ചിട്ടാൽ x/1 എന്ന് പറഞ്ഞാൽ അത് x. ഇത് തിരിച്ചിട്ടാൽ y/1 എന്ന് പറഞ്ഞാൽ അത് y. ഇത് തിരിച്ചിട്ടാൽ z/1 എന്ന് പറഞ്ഞാൽ അത് z. അതങ്ങ് തിരിച്ചിട്ടു. സോ നമുക്ക് എന്ത് കിട്ടി? x/y/z കിട്ടി. അതുപോലെ അപ്പുറവും തിരിച്ചിടണം. അവിടെ തിരിച്ചിട്ടാൽ 2 തിരിച്ചിട്ടാൽ അത് 1/2 3 തിരിച്ചിട്ടാൽ അത് 1/3 5 തിരിച്ചിട്ടാൽ അത് 1/5 എന്ന് കിട്ടും. കിട്ടിയല്ലോ. ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനെ ആയിരിക്കണം. ഇതങ്ങ് തിരിച്ചെഴുതണം. മിക്കവാറും ചോദ്യം തരുന്നത് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെയാണ് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ തരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ എഴുതി പറഞ്ഞത്. x/y/zന്റെ റേഷ്യോ ഇങ്ങനെ തന്നിട്ട് x/y/z കറക്റ്റ് നമ്പേഴ്സ് ഏതാണെന്ന് ഇങ്ങനെ ഓപ്ഷൻസിൽ കൂടെ ഇങ്ങനെ ചോദിക്കും. ഫ്രാക്ഷൻസ് മാറ്റാൻ ചോദിക്കും. മിക്കപ്പോഴും തരുന്നത് ഇങ്ങനെയായിരിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ആ ചോദ്യം തിരിച്ചങ്ങ് എഴുതാം. എങ്ങനെ എഴുതാം? 1/xഉം 1/yയും 1/z മാറ്റിയിട്ട് അതിന് നമുക്ക് എങ്ങനെ എഴുതാം? x/y/z എന്ന് എഴുതുമ്പം ഇതങ്ങ് തിരിച്ചിട്ടാൽ മതി. ഇവിടെയും തിരിച്ചിട്ടു, അപ്പുറവും തിരിച്ചിട്ടു. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. കിട്ടിയല്ലോ. ഇനി വളരെ എളുപ്പമാണ്. ഇനി ഉത്തരം കിട്ടാൻ വേണ്ടി നിങ്ങൾ ആദ്യം ഈ നമ്പേഴ്സിൻ്റെ LCM എടുക്കണം. നമ്പറിൻ്റെ LCM 2ൻ്റെയും 3ൻ്റെയും 5ൻ്റെയും LCM എടുക്കണം. സോ നമുക്കൊന്ന് ചെയ്തു നോക്കാം. 2ൻ്റെയും 3ൻ്റെയും 5ൻ്റെയും LCM എടുക്കുമ്പം
2-നകത്തും 3-നകത്തും ഒരു കോമൺ നമ്പർ ഇല്ല. 3-നകത്തും 5-നകത്തും കോമൺ നമ്പർ ഇല്ല. 2-നകത്തും 5-നകത്തും കോമൺ നമ്പർ ഇല്ല. കാരണം ഇത് പരസ്പരം കോമൺ നമ്പേഴ്സ് ഇല്ല എന്ന് മനസ്സിലായി. കാരണം ഇതെല്ലാം പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യ ആണെങ്കിൽ പിന്നെ കോമൺ നമ്പേഴ്സ് അവിടെ കാണില്ല. എന്നാൽ LCM കിട്ടാൻ വേണ്ടി ഇതെല്ലാം കൂടെ അങ്ങ് ഗുണിച്ചു വെക്കണം. ഗുണിച്ചു വെക്കുമ്പോൾ 2-നെ കൊണ്ട് 3 ഗുണിച്ചാൽ 6, 6-നെ കൊണ്ട് 5 ഗുണിച്ചാൽ 30 കിട്ടും. സോ LCM എത്ര കിട്ടി? 30 കിട്ടി. കാരണം നിങ്ങളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഈ നമ്പേഴ്സിൻ്റെയൊക്കെ ഈ താഴെ നിൽക്കുന്ന 2-ൻ്റെയും 3-ൻ്റെയും 5-ൻ്റെയും LCM എടുത്തു. ഇനി വളരെ ലളിതമാണ്. ഇനി ആൻസർ കിട്ടാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടിയ LCM കൊണ്ട് ഈ ഓരോ ആൾക്കാരെയും ഗുണിച്ചു വെച്ചാൽ അത് ഇതുപോലെയുള്ള പൂർണ്ണസംഖ്യകളായിട്ട് നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് കിട്ടിയ LCM-നെ കൊണ്ട് ഓരോ നമ്പരും ഗുണിച്ചു വെക്കണം. എന്ന് വെച്ചാൽ ആദ്യത്തെ LCM എന്ന് പറഞ്ഞാൽ 30. 30-നെ കൊണ്ട് ആദ്യത്തെ നമ്പറായിട്ടുള്ള 1/2 ഗുണിക്കണം. 30 × 1/2 = അടുത്ത പറയണം 30 × 1/3 അടുത്ത പറയണം 30 × 1/5 എന്ന് പറയണം. പറയാമല്ലോ. ഇനി ഇതങ്ങ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവായി. മുകളിൽ 30-ഉം താഴെ 2-ഉം 30/2. 30/2 എന്ന് പറഞ്ഞാൽ 15. 15 കിട്ടിയല്ലോ. അടുത്ത മുകളിൽ 30-ഉം താഴെ 3-ഉം 30/3 = 10. 15:10 മുകളിൽ 30-ഉം താഴെ 5-ഉം 30/5 = 6. സോ ആൻസർ = 15:10:6 എന്ന് കിട്ടി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അതാണ്ട് ഓപ്ഷൻ ഡി 15:10:6 ആയിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം. വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഒന്ന് പഠിച്ചാൽ മതി. ഒരിക്കൽ ഒന്ന് പഠിച്ചാൽ പിന്നെ നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം X/Y/Z എന്നാക്കണം. അതിനുവേണ്ടി നമ്പറിനെ തിരിച്ചിടണം. എന്നിട്ട് ഇതിൻ്റെ LCM കണ്ടുപിടിച്ചിട്ട് ഓരോ ആൾക്കാരെയും ഗുണിച്ചാൽ നമ്മുടെ ഉത്തരം കിട്ടും. ക്ലിയർ? നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, അതൊരു ജോമെട്രിക്കകത്ത് ഒരു ജാമിതീയ രൂപങ്ങളിലെ 3 ഡയമെൻഷൻസിനകത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ക്യൂബിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ചോദ്യം വായിക്കാം. ഒരു ക്യൂബിൻ്റെ വികരണത്തിൻ്റെ നീളം 4√3 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും? ഒരു ക്യൂബിൻ്റെ വികരണമുണ്ട്. ചോദ്യം ചോദിക്കുന്നത് ക്യൂബിൻ്റെ വ്യാപ്തമാണ്. വളരെ എളുപ്പമാണ്. സിമ്പിളായിട്ട് ചെയ്യാം. 2 കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി. 2 ഇക്വേഷൻസ് പഠിച്ചാൽ മതി. ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ ക്യൂബിൻ്റെ ഫിഗർ അറിയാമല്ലോ. ഒരു സമചതുര കട്ട എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ക്യൂബിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ അതൊരു സമചതുര കട്ട എന്ന് പറയും അല്ലേ. എന്നാൽ ക്യൂബിനകത്തൊരു 2-3 ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കണം. ക്യൂബിനകത്ത് ആദ്യം പഠിക്കേണ്ടത് ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയയാണ്, ഉപരിതല വിസ്തീർണം. ക്യൂബിൻ്റെ ഉപരിതല വിസ്തീർണം കാണുന്ന ഇക്വേഷൻ 6a² എന്ന് പഠിക്കണം. 6a². ക്യൂബിൻ്റെ വോളിയം കാണുന്ന വ്യാപ്തം കാണുന്ന ഇക്വേഷൻ a³ എന്ന് പഠിക്കണം. a³. ക്യൂബിൻ്റെ വികരണം കാണുന്ന ഡയഗണൽ കാണുന്ന ഇക്വേഷൻ a√3 എന്ന് പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ ക്യൂബ് പഠിക്കുമ്പം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, ഇത് 3 ഉണ്ടെങ്കിൽ നമുക്ക് ക്യൂബിൻ്റെ കണക്കുകൾ ചെയ്യാം. ഇങ്ങനെ അങ്ങ് നോക്കുക. ക്യൂബിൻ്റെ ഉപരിതല വിസ്തീർണം കാണുന്ന ഇക്വേഷൻ 6a², ക്യൂബിൻ്റെ വ്യാപ്തം കാണുന്ന ഇക്വേഷൻ a³, ക്യൂബിൻ്റെ വികരണം കാണുന്ന ഇക്വേഷൻ a√3. എല്ലാവർക്കും കിട്ടി. ഇത് ഓക്കെയാണ്. എന്നാൽ ഇനി ചോദ്യം വായിക്കുക. ക്യൂബിൻ്റെ വികരണത്തിൻ്റെ നീളം എത്ര? 4√3. അത് നമുക്ക് എഴുതാം. ക്യൂബിൻ്റെ വികരണത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഡയഗണൽ d = എത്ര എന്നാ പറഞ്ഞേ? ഡിയുടെ വില എന്ന് പറഞ്ഞാൽ 4√3 എന്നല്ലേ പറഞ്ഞേ? അതങ്ങ് എഴുതി. ഡിയുടെ വില എത്ര കിട്ടിയേ? 4√3 ആണല്ലോ. അത് കിട്ടി. ഡിയുടെ വില 4√3 ആണെങ്കിൽ ഇനി നമുക്ക് ഡിക്ക് വരം d കാണുന്ന ഇക്വേഷൻ പറഞ്ഞേ. വികരണം കാണുന്ന d കാണുന്ന ഇക്വേഷൻ എന്താ? a√3. ഇതാണ്ട് ഡിക്ക് വരം ഡിയുടെ ഇക്വേഷൻ എഴുതാം. a√3. a√3 = എത്ര എന്നാ പറഞ്ഞേ? 4√3 ആണല്ലോ. ഡി എന്ന് പറഞ്ഞാൽ വികരണം കാണുന്ന ഇക്വേഷൻ a√3. സോ a√3 = 4√3 കിട്ടി. എന്നാൽ അടുത്ത സ്റ്റെപ്പിൽ ഇവിടുത്തെ ഈ √3 ഇവിടുത്തെ ഈ √3 വെട്ടണം. കാരണം അപ്പുറം ഇപ്പുറം ഒരുപോലെ നമ്പർ ഉണ്ടെങ്കിൽ അപ്പോഴേ വെട്ടി. ഈ √3 വെട്ടി, ഈ √3 വെട്ടി. എന്നാൽ ബാക്കി ഇവിടെയുള്ള എത്ര? a = എത്ര? 4. അന്നേരം നമുക്ക് എന്ത് കിട്ടി? a കിട്ടി. a എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വക്ക് കിട്ടി, ഒരു എഡ്ജ് കിട്ടി, ഒരു സൈഡ് കിട്ടി. ഇതാണ് എയുടെ വില 4 കിട്ടി. എയുടെ വില 4 കിട്ടിയ അതിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും എന്നാ ചോദ്യം. എന്നാൽ വ്യാപ്തം ചോദിച്ചാൽ നമ്മൾ വ്യാപ്തം കാണുന്ന ഇക്വേഷൻ പറയും. ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു. പറ, വ്യാപ്തം കാണുന്ന ഇക്വേഷൻ എന്താ? a³. വ്യാപ്തം കാണുന്ന ഇക്വേഷൻ a³ ആണെങ്കിൽ എയുടെ വില എത്ര കിട്ടി? 4 കിട്ടി. സോ 4ന്റെ ക്യൂബ്. 4ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 4 × 4 × 4 = 64.
സെൻറ്റിമീറ്റർ ആകുമ്പം വോളിയത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതായിരിക്കും ഇതിൻ്റെ വ്യാപ്തം. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അതാണ്ട് 64 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ സി ഓപ്ഷനാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 64 നമുക്ക് മാറ്റാം. ക്ലിയർ ആണ്? ഈ ഇക്വേഷൻസ് 3 പഠിച്ചിട്ട് ഇതങ്ങ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 9, 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഡെസിമൽ നമ്പറിൻ്റെ ചോദ്യമാണ്. ഡെസിമൽ നമ്പറിൻ്റെ ചോദ്യം തന്നെയാണ്. ഒരു 0.27, 0.21, 0.29 അല്ലേ? ഒരു ഇക്വേഷനൊന്നും ആക്കാൻ പറ്റില്ല. കാരണം ഇവിടെ A² B² അങ്ങനെ ഇക്വേഷൻ്റെ ഒരു ഫോമൊന്നും അല്ല. കാരണം ആ നമ്പേഴ്സിനകത്ത് 0.27 ആണെങ്കിൽ ഇവിടെ 0.027 ആണ്. കാരണം നമ്പർ മാറി വരുന്നതുകൊണ്ട് ഒരു ഇക്വേഷൻ്റെ ഫോം അല്ല അത്. അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഇക്വേഷൻ ഒന്നും ഇങ്ങനെ വരില്ല. അന്നേരം ഇതൊരു ഇക്വേഷൻ അല്ല, അന്നേരം ഇതൊരു ഡെസിമൽ നമ്പറിൻ്റെ ചോദ്യം തന്നെയാണ്. കാരണം നിങ്ങളിത് ഈ വലിയൊരു കണക്കാണെങ്കിലും നമുക്ക് ചെയ്യണ്ട. ഒരു കമ്പാരിറ്റീവ്ലി നല്ല ക്വസ്റ്റ്യൻസിനകത്തൊന്നായിരുന്നു. നമുക്കൊന്ന് ആലോചിച്ച് നോക്കി കണക്കിൻ്റെ ഉത്തരം പറയാം. അന്നേരം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് പറയാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, നല്ലപോലെ ഒന്ന് കേൾക്കണം, നോക്കിക്കും. ഇവിടെ 0.27, താഴെ 0.027, ഇവിടെ 0.21, ഇവിടെ 0.021, ഇവിടെ 0.29, ഇവിടെ 0.029. പിന്നെ അതിൻ്റെയൊക്കെ സ്ക്വയർ എടുക്കണം, പിന്നെ അതെല്ലാം കൂട്ടണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഇതാണ്, മുകളിലത്തെ നമ്പർ 27, 21, 29, താഴത്തെ നമ്പർ 27, 21, 29. നമ്പറിന് മാറ്റമില്ല, പോയിന്റിനകത്താണ് മാറ്റം. നമ്പറിന് മാറ്റമില്ലെങ്കിൽ ഒരു കാര്യം ഇപ്പോഴും ഉറപ്പിക്കണം, ഇതിൻ്റെയൊക്കെ ഈ നമ്പറിൻ്റെയൊക്കെ സ്ക്വയർ എടുത്ത് കൂട്ടുന്ന നമ്പർ 27, 21, 29 സ്ക്വയർ എടുത്തിട്ട് കൂട്ടുന്ന നമ്പരും ഇവിടെ കിട്ടുന്ന നമ്പർ ഒന്ന് തന്നെ ആയിരിക്കും. മുകളിലത്തെയും താഴത്തെയും നമ്പർ ഒന്നായതുകൊണ്ട് ഇതിൻ്റെ സ്ക്വയർ എടുത്ത് കൂട്ടുന്ന നമ്പരും ഈ താഴത്തിൻ്റെ സ്ക്വയർ എടുത്ത് കൂട്ടുന്ന നമ്പരും ഒന്ന് തന്നെ ആയിരിക്കും. സോ നമ്പർ ഒന്നാന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഉദാഹരണം ഇത് 5ഉം 4ഉം 3ഉം ആണെങ്കിൽ 5ൻ്റെ സ്ക്വയർ A + 4ൻ്റെ സ്ക്വയർ A + 3ൻ്റെ സ്ക്വയർ അവിടെ കിട്ടും. താഴെ എന്ത് തന്നെ കിട്ടും? 5ൻ്റെ സ്ക്വയർ A + 4ൻ്റെ സ്ക്വയർ A + 3ൻ്റെ സ്ക്വയർ കിട്ടും. അത് തന്നെ കിട്ടും. അതുകൊണ്ട് നമ്പർ ഒന്ന് തന്നെ ആയിരിക്കും. കാരണം നമുക്ക് നമ്പർ വിടാം, നമ്പർ തുക അങ്ങ് വിട്ടേക്കാം, ലാസ്റ്റ് കിട്ടുന്ന തുക വിട്ടും. നമുക്ക് വേണ്ടത് ഈ പോയിന്റിൻ്റെ അറേഞ്ച്മെൻറ്റ് മാത്രം നോക്കിയാൽ മതി. പോയിന്റിൻ്റെ അറേഞ്ച്മെൻറ്റ് എല്ലായിടത്തും ഒരുപോലെ. ഇവിടെ 2 സ്ഥാനം മാറ്റി പോയിന്റ്, ഇവിടെ 3 സ്ഥാനം മാറ്റി പോയിന്റ്, ഇവിടെയും 2 സ്ഥാനം മാറ്റി പോയിന്റ്, ഇവിടെയും 3 സ്ഥാനം മാറ്റി പോയിന്റ്, ഇവിടെയും 2 സ്ഥാനം മാറ്റി പോയിന്റ്, ഇവിടെയും 3 സ്ഥാനം മാറ്റി പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് നമുക്ക് ഇതിൻ്റെ ഉത്തരം പറയാൻ പറ്റും. മൊത്തത്തിൽ അങ്ങ് ചെയ്യേണ്ട, മൊത്തത്തിൽ ചെയ്ത് കിട്ടുന്ന പോയിന്റും ഏതെങ്കിലും ഒരെണ്ണം വെച്ച് നോക്കുന്ന പോയിന്റും ഒക്കെ തുല്യമായിരിക്കും. കാരണം എല്ലാം ഒരുപോലെ, ഇവിടെ 2, ഇവിടെയും 2, ഇവിടെയും 2, അതിനനുസരിച്ച് ഇവിടെയും മാറുന്നുണ്ടല്ലോ. ഇവിടെയും 3, ഇവിടെയും 3, ഇവിടെയും 3 ആകുമ്പോൾ അത് മാറുന്നുണ്ട്. അതുകൊണ്ട് സമ്മ് ഈക്വലായിരിക്കും മനസ്സിലായി. നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി ഈ ഒരെണ്ണം മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ മറ്റേ എടുത്താലും മതി, ഇതെടുത്താലും മതി, ഇതെടുത്താലും മതി. അന്നേരം എല്ലാം കൂടെ ചെയ്യേണ്ട, ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചെയ്യുന്നത് നമ്മുടെ ഉത്തരവായിട്ട് കിട്ടും. എന്നിട്ട് നോക്കാം. ഇവിടെ 0.27, അന്നേരം ഇവിടെ 2 സ്ഥാനം മാറ്റി പോയിന്റ്. ഇവിടെ 0.027 എന്ന് പറഞ്ഞാൽ ഇവിടെ 3 സ്ഥാനം മാറ്റി പോയിന്റ്. അത് ഈ റൂട്ടങ്ങ് കൊടുക്കണേ, ആ റൂട്ട് കൊടുത്തു. എന്നിട്ട് പറയണം ഇവിടെ 2 സ്ഥാനം മാറ്റി പോയിന്റ്, ഇവിടെ 3 സ്ഥാനം മാറ്റി പോയിന്റ്. നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കുന്നത് സ്ക്വയർ ഉണ്ട്, സ്ക്വയർ നമുക്ക് കൊടുക്കാം. നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കുന്നത് കുറവുള്ള ആൾക്ക് പോയിന്റ് കൊടുക്കണം എന്നാണ് പഠിച്ചിരിക്കുന്നത്. കുറവുള്ള ആൾക്ക് നമുക്ക് കൊടുക്കണം, കുറവുള്ള ആൾക്കാരെ സഹായിക്കണം എന്നാണ് ഡെസിമലി നമ്മൾ പഠിച്ചിരിക്കുന്നത്. എപ്പോഴും കുറവുള്ള ആൾക്കാരെ സഹായിക്കണം. ഇവിടെ 2 സ്ഥാനം, ഇവിടെ 3 സ്ഥാനം. അന്നേരം എവിടെയാണ് കുറവ്? ഇവിടെ 2 സ്ഥാനം, ഇവിടെ 3 സ്ഥാനം. എവിടെയാണ് കുറവ്? മുകളിലാണ് കുറവ്. മുകളിൽ എത്ര സ്ഥാനത്തിൻ്റെ കുറവ്? 1 സ്ഥാനത്തിൻ്റെ കുറവ്. മുകളിൽ 1 സ്ഥാനത്തിൻ്റെ കുറവെന്ന് പറഞ്ഞാൽ 1 0 കൊടുക്കണം. 1 0 എന്ന് പറഞ്ഞാൽ 10 കൊടുക്കണം. 10 കൊടുക്കേണ്ടത് മുകളിലാണ്, താഴെ ഒന്നും വേണ്ട. വെറുതെ വേണമെങ്കിൽ ഒരു 1 ഇട്ടെന്നേ ഉള്ളൂ. ഇങ്ങനെ നോക്കണം. മുകളിൽ എത്ര സ്ഥാനം മാറ്റി പോയിന്റ്? 2 സ്ഥാനം മാറ്റി പോയിന്റ്. ഇവിടെ എത്ര സ്ഥാനം മാറ്റി പോയിന്റ്? 3 സ്ഥാനം മാറ്റി പോയിന്റ്. മുകളിൽ 2 സ്ഥാനം, താഴെ എത്ര? 3 സ്ഥാനം. മുകളിൽ 2 സ്ഥാനം, താഴെ 3 സ്ഥാനം. അന്നേരം എവിടെയാണ് കുറവ്? താഴെ 3 എണ്ണം ഉണ്ട്, മുകളിൽ 2 എണ്ണേ ഉള്ളൂ. അന്നേരം മുകളിലാണ് കുറവ്. എത്ര എണ്ണം കുറവ്? ഒരെണ്ണത്തിൻ്റെ കുറവാകുമ്പോൾ 1 0 ആകുമ്പോൾ 10 കൊടുക്കണം. 10 കൊടുത്തിട്ട് ഇനി അതിനൊരു സ്ക്വയർ ഉണ്ടല്ലോ, ആ സ്ക്വയർ കൂടെ കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പം റൂട്ട് 10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 100 കിട്ടും. റൂട്ട് 100ൻ്റെ വില എന്ന് പറഞ്ഞാൽ 10 കിട്ടും. 10 പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ ഉത്തരം. ക്ലിയർ ആയേ? ഇങ്ങനെ കിട്ടുന്നതും ഇതെല്ലാം കൂടെ കൂട്ടി കിട്ടുന്നതും ഒക്കെ സെയിം ആയിരിക്കും. ഇപ്പം നമ്മൾ ഒരെണ്ണം വെച്ചെടുത്തില്ലേ, അതിൻ്റെ കൂടെ ഇതെല്ലാം കൂടെ കൂട്ടിക്കിട്ടിയിട്ട് ഇതുപോലെ ചെയ്താൽ നമ്മൾ ഈ ഡെസിമൽ മാത്രമാണ് നോക്കേണ്ടത്. അന്നേരം ഡെസിമൽ ഇത്തിരിയുടെ മാറും.
ഈ 2 സ്ഥാനം എന്നുള്ളത് ചിലപ്പോൾ ഒരു 4 സ്ഥാനം 6 സ്ഥാനം 8 സ്ഥാനം മാറും. പക്ഷെ അതിനനുസരിച്ച് താഴത്തെ സ്ഥാനവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 3, 6, 9 അങ്ങനെ ഇതും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഉത്തരത്തിനകത്ത് ചേഞ്ച് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ചെയ്യണ്ട. നമ്പറൊക്കെ സെയിം ആണെങ്കിൽ ഒരൊറ്റ നമ്പർ എടുത്ത് ചെയ്താൽ അതും ഫൈനൽ ആൻസർ ഒന്ന് തന്നെയായിരിക്കും. നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതി ചെയ്യാം. അത് ഇത്രയും വലിയ നമ്പറൊന്നും വേണ്ട. ഒരു കൊച്ചു നമ്പർ ഇട്ട് ഡെസിമൽ നമ്പേഴ്സ് പഠിപ്പിക്കും. ഞാൻ അത് പറഞ്ഞുതരാം. എന്നാൽ ഇപ്പം നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. മുകളിൽ 2 സ്ഥാനം, താഴെ 3 സ്ഥാനം. കുറവുള്ള ആൾക്ക് കൊടുക്കണം. കുറവുള്ള ആൾ മുകളില. മുകളിൽ കുറവാ. എത്ര സ്ഥാനം കുറവ്? 1 സ്ഥാനം കുറവ്. സോ 1 0 10 കൊടുക്കണം. 10 കൊടുത്തു. ഒരു സ്ക്വയർ ഉള്ളതുകൊണ്ട് ആ 10ന്റെ സ്ക്വയറും കൊടുത്തു. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100. റൂട്ട് 100ന്റെ വില എന്ന് പറഞ്ഞാൽ 10. ഓപ്ഷൻ എ 10 ആയിരിക്കും ഉത്തരം. ക്ലിയർ. നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇതൊരു സമാന്തര ശ്രേണിയുടെ ചോദ്യം. അത് മനസ്സിലായി. 24ാം പദം -63 ആയാൽ ആദ്യത്തെ 47 പദങ്ങളുടെ തുക. ഇവിടെ ചോദ്യം ചോദിക്കുന്നത് ആദ്യത്തെ 47 പദങ്ങളുടെ തുക എത്രയായിരിക്കും അല്ലേ? ഈ തുക കാണുന്ന ക്വസ്റ്റിനകത്ത് 47 പദങ്ങളുടെ തുക കാണുന്ന ക്വസ്റ്റിനകത്ത് പദങ്ങളുടെ എണ്ണം 47. പദങ്ങളുടെ എണ്ണം അതങ്ങ് എഴുതി വെക്കാം. 47 പദങ്ങളുടെ തുകയാകുമ്പോൾ എണ്ണം എന്ന് പറഞ്ഞാൽ 47 അല്ലേ? 47 പദങ്ങളുടെ തുക കാണുന്ന ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് ആകപ്പാടെ ഒരു പദമല്ലേ തന്നുള്ളൂ. ഏതാ? 24ാം പദമേ തന്നുള്ളൂ. നിങ്ങൾ ആലോചിക്കേണ്ട ഇതാ, 47 പദം ആകെ ഉണ്ട്. അതിൻ്റെ തുക കാണണം. അതിനകത്ത് തരുന്നത് ഒരൊറ്റ പദമേ ഉള്ളൂ. 24ാം പദം മാത്രമേ ഉള്ളൂ. എ ഇല്ല, ഫസ്റ്റ് ടൈം ഇല്ല, കോമൺ ഡിഫറൻസ് ഇല്ല, ഒന്നുമില്ല. ആകെയുള്ളത് 24ാം പദം മാത്രം. അങ്ങനെ ഒരു കണക്ക് തന്നാൽ ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു സമാന്തര ശ്രേണിയുടെ സമ്മ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനകത്ത് ഒരൊറ്റ പദം മാത്രമേ ഉള്ളെങ്കിൽ ആദ്യത്തെ ചിന്ത ഇത് ഈ പദങ്ങളുടെ 47 പദമല്ലേ ഉള്ളേ, ആ 47 പദങ്ങളുടെ മിഡിൽ ടേം ആണോ എന്ന് ആലോചിച്ചോണം. അത് മിഡിൽ ടേം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കൂടെ തരണം. മറ്റൊരു പദമൂടെ തരണം, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് തരണം, അതൊക്കെ തരണം. അതൊന്നും തരാതെ തുക ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനകത്ത് ഒരൊറ്റ പദവേ തരുന്നുള്ളെങ്കിൽ ഒരൊറ്റ പദവേ തരുന്നുള്ളൂ. 24ാം പദം മാത്രമേ തരുന്നുള്ളൂ. അപ്പോഴേ ആലോചിച്ചോണം ഇതാകെയുള്ള പദത്തിൻ്റെ മിഡിൽ ടേം ആയിരിക്കും. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. എത്ര? 47. 47 പദമുണ്ട്. അന്നേരം 47 ആകുമ്പം മിഡിൽ ഏതായിരിക്കും? 47 ആകുമ്പം 23 അങ്ങോട്ട് പോവും, 23 ഇങ്ങോട്ട് പോവും. അന്നേരം 23 46ആയി. അന്നേരം 47ാമത്തെ ആളെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ നടുക്ക് വരുന്ന ആളെന്ന് പറഞ്ഞാൽ 24 ആയിരിക്കുമല്ലോ. സോ 47 പദം ഉണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം 23 അങ്ങോട്ടും 23 ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ആ നടുക്കത്തെ ആള് 24ാം പദമായിരിക്കും. ഇങ്ങനെ അങ്ങ് മനസ്സിലായി. 47 പദങ്ങളുടെ തുക ചോദിച്ച ക്വസ്റ്റിനകത്ത് 24ാം പദം അതിൻ്റെ മിഡിൽ ടേം ആണെന്ന് മനസ്സിലായി. കിട്ടിയേ? മിഡിൽ ടേം ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി നിങ്ങളൊരു ഇക്വേഷൻ പഠിച്ചാൽ മതി. മിഡിൽ ടേമും സമാന്തര ശ്രേണിയുടെ തുകയായിട്ട് ബന്ധിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പഠിക്കണം. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്. n പദങ്ങളുടെ, ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചു. n പദങ്ങളുടെ തുക ഈക്വൽ ടു n പദങ്ങളുടെ തുക ഈക്വൽ ടു n ഇൻറ്റു മധ്യപദം. ഇതെല്ലാവരും ആ ബുക്കിലോട്ടങ്ങ് എഴുതി വെക്കണം. ഇത് പഠിക്കണം. ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണുന്ന ക്വസ്റ്റ്യനകത്ത് ഒരൊറ്റ പദം മാത്രമേ തരുന്നുള്ളെങ്കിൽ അതെപ്പോഴും മിഡിൽ ടേം ആയിരിക്കും. പഠിച്ചോ? അതെപ്പോഴും മിഡിൽ ടേം ആയിരിക്കും. മിഡിൽ ടേം ആണെങ്കിലേ ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ n പദങ്ങളുടെ തുക കാണുന്ന ഇക്വേഷൻ n ഇൻറ്റു മധ്യപദം എന്നാ ഇനി വില കൊടുക്കും. n പദങ്ങളുടെ തുക, n-ന്റെ വില എത്ര? 47. സോ ചോദ്യം അതുപോലെ എഴുതും. 47 പദങ്ങളുടെ തുക ഈക്വൽ ടു n ഇൻറ്റു, n-ന്റെ വില 47 ഇൻറ്റു മധ്യപദം. മധ്യപദം എന്ന് പറഞ്ഞാൽ എത്രാം പദം? 24ാം പദം. 24ാം പദം. 47 ഉണ്ടെങ്കിൽ മധ്യപദം 24ാം പദം. സോ 47 പദങ്ങളുടെ തുക ഈക്വൽ ടു 47 ഇൻറ്റു മധ്യപദം 24ാം പദം. 24ാം പദത്തിൻ്റെ വില എത്ര? -63. എന്നാൽ 24ാം പദത്തിന് പകരം 24ാം പദത്തിൻ്റെ വില കൊടുക്കുക.
24-ാം പദത്തിൻ്റെ വില എത്ര? -63. ഉത്തരവായി 47 കൊണ്ട് 63 ഗുണിക്കണം, സൈൻ മൈനസ് കൂടെ കൊടുക്കണം. ഓപ്ഷൻസിനകത്തെല്ലാം മൈനസാണ്, അതുകൊണ്ട് അതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതങ്ങ് ഗുണിക്കാം. 47 ഗുണം എത്ര ഗുണിക്കണം? 63 ഗുണിക്കണം. ഗുണിച്ച് പറ. 3 കൊണ്ട് 7 ഗുണിക്കാം. 3 കൊണ്ട് 7 ഗുണിച്ചാൽ 3 × 7 21, ബാക്കി 2 അല്ലേ. 3 കൊണ്ട് 4 ഗുണിച്ചപ്പം 3 × 4 12, 12ൻ്റെ കൂടെ 2 കൂട്ടിയപ്പം 14. അത് കഴിഞ്ഞു. ഇനി 6 കൊണ്ട് 7 4 ഗുണിക്കണം. 6 കൊണ്ട് 7 ഗുണിക്കാം. 6 × 7 42ൻ്റെ 2, ബാലൻസ് 4. ഇവിടെ 6 × 4 24, 24ൻ്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 28. അതും കിട്ടി. കൂട്ടി വെക്കുമ്പോൾ 1, 4 2 6, 8 1 9, 2. എത്ര കിട്ടി? 29 61 കിട്ടി. മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആയിരിക്കും. സോ ആൻസർ ഇസ് ഈക്വൽ ടു -29 61. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ -29 61 അതുകൊണ്ട് നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആയിരിക്കും ആദ്യത്തെ. ഇതങ്ങ് പഠിക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ട സമാന്തര ശ്രേണിയിലെ ഒരു പദങ്ങളുടെ തുകയുടെ ഇക്വേഷനാണ്. n പദങ്ങളുടെ തുക ഇസ് ഈക്വൽ ടു n × മധ്യപദം. ഇക്വേഷനിൽ തന്നെ ഉണ്ട്. മധ്യപദമുള്ള കണക്കിനകത്ത് തുക കാണുന്ന ഇക്വേഷനാണിത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാ, തരുന്നത് മധ്യപദം 47 ഉണ്ടെങ്കിൽ മധ്യപദമായിരിക്കും തന്നിരിക്കുന്നത്. ആ മധ്യപദം ഉണ്ടെങ്കിൽ അത് കാണുന്ന ഇക്വേഷനാണിത്. ഇനി ഒരു സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കി വെച്ചോ. മധ്യപദം കാണുന്നതിനകത്ത് ഒരു ഇക്വേഷനൂടെ പറയും. മധ്യപദം ഇസ് ഈക്വൽ ടു n+1/2. ഒന്നും വേണമെന്നില്ല, എന്നാലും ഒന്ന് പറയാം. മധ്യപദം ഇസ് ഈക്വൽ ടു n+1/2 എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വില 47 അല്ലേ. സോ n+1/2 എന്ന് പറഞ്ഞാൽ 47 + 1/2. 47 + 1 48/2 ഇസ് ഈക്വൽ ടു 24. 24-ാം പദം അല്ലേ തന്നേ. സോ മധ്യപദം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പദമായിരിക്കണം? 24-ാമത്തെ പദം. അതൊന്നും ആലോചിക്കേണ്ട. 47 ഉണ്ടെങ്കിൽ 23 അങ്ങോട്ടും 23 ഇങ്ങോട്ടും, നടുക്ക് വരിക്കുന്ന 24 മധ്യപദമായിരിക്കും എന്ന ഇക്വേഷൻ n × മധ്യപദം. ക്ലിയർ?